പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്ലസ് 2 ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടായിരിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. പ്ലസ് 2 പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് മാത്തമാറ്റിക്സ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് 2 മാത്തമാറ്റിക്സിൽ 13 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. പൊതുപരീക്ഷയുടെ ഫോക്കസ് ഏരിയ SCERT പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫോക്കസ് ഏരിയയോടൊപ്പം നോൺ ഫോക്കസ് ഏരിയയും ശ്രദ്ധിക്കേണ്ടതാണ്. 60 സ്കോറിൽ 42 സ്കോർ ഫോക്കസ് ഏരിയയിൽ നിന്നും 18 സ്കോർ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും ലഭിക്കും. ചോയ്സ് ഉൾപ്പെടെ 90 സ്കോർ ചോദ്യപേപ്പറിൽ ഉണ്ടാകും. ഓരോ പാഠഭാഗത്തിലൂടെയും നമുക്കൊന്ന് കടന്നു നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അവിടെ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടൈപ്സ് ഓഫ് റിലേഷൻസ്, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈപ്സ് ഓഫ് റിലേഷൻസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കുന്നതിന് റോസ്റ്റർ ഫോമിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും, സെറ്റ് ബിൽഡർ ഫോമിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സെറ്റ് തന്നിട്ടുണ്ട്, A = സെറ്റ് 1 2 3. പിന്നെ അതിനൊരു റിലേഷൻ തന്നിട്ടുണ്ട്, സെറ്റ് 1 2 2 1. ഇത് സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ എന്നൊക്കെ നോക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 1 എലമെൻ്റ് ആണോ ഇല്ലയെന്ന് നോക്കുക. 1 1 ഇതിനകത്ത് ഇല്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും റിഫ്ലെക്സീവ് അല്ല. പിന്നുള്ളത് 1 2 2 1 ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, സിമെട്രിക് ആണ്. പിന്നെ 1 2 2 1 1 1 ഇതിനകത്തില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് ട്രാൻസിറ്റീവ് അല്ല. ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അത് ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ ഇതിനകത്തുള്ളത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൽ 1 1 on to ഫങ്ഷൻസ് ഉണ്ട്. 1 1 on to ഫങ്ഷനെ ബൈജക്റ്റീവ് ഫങ്ഷൻസും എന്ന് പറയും. അപ്പോൾ അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ, അതിനകത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണോ, ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇൻവേർട്ടിബിൾ ആണോ എന്ന് നോക്കുന്നതാണ്. ഇൻവേർട്ടിബിൾ ആണോ എന്ന് നോക്കുന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 3 - 4x, fx = 3 - 4x. അപ്പോൾ 1 1 ചെക്ക് ചെയ്യുക, on to ചെക്ക് ചെയ്യുക. 1 1 ചെക്ക് ചെയ്യുന്നത് f(x1) = f(x2) ആണെങ്കിൽ x1 = x2 എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ 3 - 4x1 = 3 - 4x2. അതിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x1 = x2 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഓൺ ടു പ്രൂവ് ചെയ്യുന്നതിന് ഏത് ഫംഗ്ഷൻ തന്നിരുന്നാലും അതിനെ ലെറ്റ് y = എന്ന് പറഞ്ഞ് കൊടുക്കുക. y = എന്ന് അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് ഡൊമൈനിലുണ്ടെന്ന് പ്രൂവ് ചെയ്യുക. ആ കിട്ടുന്ന അത് തന്നെയാണ്, ആ എക്സിൻ്റെ വാല്യൂ തന്നെയാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1 1 on to അതുകൊണ്ട് ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതിനൊരു ഇൻവേഴ്സ് ഉണ്ടാകും. ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റിന് f ഇൻവേഴ്സ് ഓഫ് x എന്ന് പറയുന്നത് 3 - x/4 ആണ്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. fx = 8x3, gx = x⁻⁴. അപ്പോൾ എഫ് കോമ്പോസിഷൻ g of x കണ്ടുപിടിക്കുക. എഫ് കോമ്പോസിഷൻ g of x എന്ന് പറഞ്ഞാൽ f(g(x) എന്ന്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8x. ജി കോമ്പോസിഷൻ f(x) സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോൾ 2x. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നുള്ളത് ബൈനറി ഓപ്പറേഷൻസ് ആണ്. അത് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് അതിൽ ഒരു A*B എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ തന്നിട്ടുണ്ടാകും. ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന A*B എന്നുള്ള ഒരു ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. AB/4 എന്നോ AB/2. അതിൽ നിന്ന് ഐഡൻറ്റിറ്റി, ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആകും. അപ്പോൾ അതിനകത്ത് ആദ്യം A*B ഒരു ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ട്, AB/2. അത് കമ്മ്യൂട്ടേറ്റീവ് ആണോ, A*B = B*A എന്ന് പ്രൂവ് ചെയ്യുക. A*B = AB/2. അതിനെങ്ങനെ എഴുതാം, നമുക്ക് BA/2 എന്ന് എഴുതാം. A*Bയും B*Aയും ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ്. അതുപോലെ തന്നെ അതിൻ്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. A*B*C അതാ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് ആദ്യം A*B കണ്ടുപിടിക്കുക. A*Bയുടെ ആൻസർ എന്താ, AB/2. A*B*C ആണ്. അപ്പോൾ ABC/4 എന്ന് കിട്ടും. തിരിച്ച്
എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ ബി സ്റ്റാർ സി കണ്ടുപിടിച്ചിട്ട് എ കൊണ്ട് സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് കമ്മ്യൂട്ടേറ്റീവാണ്, അസോസിയേറ്റീവുമാണ്. പിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി ആണ്. അവിടെ എ സ്റ്റാർ ഇ ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ സ്റ്റാർ ഇ ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ. അതിൽ നിന്ന് ഇ കണ്ടുപിടിക്കുക. ഈ എ ഇ ബൈ 2 ഇസ് ഈക്വൽ ടു എ. എയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി. ദെൻ ഇൻവേഴ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ബി ബൈ 2 ഇസ് ഈക്വൽ ടു 2, ബി ഇസ് ഈക്വൽ ടു 4 ബൈ എ. അതാണ് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നെക്സ്റ്റ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. അപ്പോൾ അതിലുള്ള ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. അതിൽ മെയിനായിട്ട് കുറേയധികം പ്രോപ്പർട്ടീസ് ഉള്ളെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. അതിൽ ഒരു പ്രോബ്ലം നമുക്ക് ഒന്ന് നോക്കാം. പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. ഫോർമുല യൂസിങ് ദാറ്റ് ഫോർമുല ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്യുക. എക്സിന് 1/2 കൊടുക്കുക, വൈക്ക് 2/11 കൊടുക്കുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ടാൻ ഇൻവേഴ്സ് 15/20. അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക. ടാൻ ഇൻവേഴ്സ് 3/4. ഇവിടെ വീണ്ടും സിംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ടാൻ ഇൻവേഴ്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്. അത് 1 മൈനസ് കോസ് എക്സിൻ്റെയും 1 പ്ലസ് കോസ് എക്സിൻ്റെയും ട്രിഗണോമെട്രിക് ഫോർമുല ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് എഴുതുക. ടാൻ ഇൻവേഴ്സ് സൈൻ എക്സ് ബൈ 2 ബൈ കോസ് എക്സ് ബൈ 2 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ബൈ 2 ഈക്വൽ ടു എക്സ് ബൈ 2. പിന്നെ ഇതിനകത്ത് നോൺ ഫോക്കസ് ഏരിയ എന്നുള്ളത് പ്രിൻസിപ്പൽ വാല്യൂ ആണ്. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അറിയാം. ഇപ്പോൾ സൈൻ പൈ ബൈ 6ൻ്റെ വാല്യൂ 1/2 ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് സൈനിൻ്റെ ഏത് ആംഗിളിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/6. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മെട്രിസസ് ആണ്. മെട്രിസസിൽ അതിനകത്തുള്ള ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മെട്രിസസ്, ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ് ആൻഡ് ഡിറ്റർമിൻ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻസ് ഓൺ മെട്രിസസിൽ 2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഒരു 2a അല്ലെങ്കിൽ 2a പ്ലസ് ബി, എയും ബി എന്ന് പറയുന്ന 2 മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സം കണ്ടുപിടിക്കുക. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് 2a പ്ലസ് ബി എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊന്ന് നോക്കിയാൽ എയും ബിയും ആഡ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പം നമുക്കൊരു മെട്രിക്സ് കിട്ടും. അതാണ് a പ്ലസ് ബി എന്ന് പറയുന്നത്. 2a പ്ലസ് ബി അല്ലെങ്കിൽ 2a മൈനസ് ബി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം എ എന്നുള്ള മെട്രിക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 2a കിട്ടും. 2a പ്ലസ് ബി ആണെങ്കിൽ ബി 2aയും ബിയും കൂടെ ആഡ് ചെയ്യുക. അവിടെ ശ്രദ്ധിക്കേണ്ടത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നുള്ളത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. പിന്നെ അവിടെ മൾട്ടിപ്ലിക്കേഷനുണ്ട്. എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 2 മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ വളരെ ശ്രദ്ധിക്കുക. 2 മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ മെട്രിക്സ് ഇപ്പോൾ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻ ബി. എങ്കിൽ മാത്രമേ 2 മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എയുടെ ഫസ്റ്റ് റോയും എയുടെ റോയും ബിയുടെ കോളംസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എലമെൻറ്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സം എടുക്കുക. അങ്ങനെ കിട്ടുന്ന മെട്രിക്സാണ് എ ബി പ്രോഡക്റ്റ്. വളരെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളമായിട്ട് തന്നെ എഴുതുക. അങ്ങനെ എഴുതി കിട്ടുന്ന മെട്രിക്സാണ് 2 മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ് കിട്ടുന്നത് എങ്ങനെയാണ്? ഇൻ്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ്.
ഒരു മെട്രിക്സിൻ്റെ റോ ഇൻ്റർചേഞ്ച് കോളം ആക്കുന്നതാണ് ട്രാൻസ്പോസ്. അവിടെ നമുക്ക് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു മെട്രിക്സിനെ, ഒരു സ്ക്വയർ മെട്രിക്സിനെ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതുന്ന ക്വസ്റ്റ്യനാണ്. സിമെട്രിക് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ, വേർ എ ഇസ് എ സ്ക്വയർ മെട്രിക്സ്. അതുപോലെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -a ആയിരിക്കും. അപ്പോൾ സ്ഥിരം നമ്മുടെ ഒരു ക്വസ്റ്റ്യനാണ് സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. തന്നിരിക്കുന്ന മെട്രിക്സ് എഴുതുക, അതിൻ്റെ ട്രാൻസ്പോസ് റോസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കോളമാക്കി എഴുതുക. അപ്പോൾ അതിനെ ലെറ്റ് പി ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് എഴുതുക. എന്നിട്ട് എ ട്രാൻസ്പോസ് കൊണ്ട് ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായിരിക്കും പി. ക്യൂ എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് കൊണ്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ക്യൂ എന്ന് പറയുന്നത്. എന്നിട്ട് പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു പി ആയിരിക്കും. പി എന്ന് പറയുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അപ്പം പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എ എന്നുള്ള മെട്രിക്സ് ആയിട്ട് കിട്ടും. മെട്രിക്സ് എന്ന ചാപ്റ്ററിലുള്ള നോൺ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കുന്നത് യൂസിങ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഫൈൻഡ് എ ഇൻവേഴ്സ്. അപ്പം നമുക്ക് റോ ട്രാൻസ്ഫോർമേഷനും ഉപയോഗിക്കാം, കോളൻ ട്രാൻസ്ഫോർമേഷനും ഉപയോഗിക്കാം. റോ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു IA എന്ന് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് എ ഇസ് ഈക്വൽ ടു IA എന്ന് എഴുതി സിംപ്ലിഫൈ ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടുന്ന മെട്രിക്സ് ആണ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ ഡിറ്റർമിനൻസ് ആണ്. ഡിറ്റർമിനൻസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുക, പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്, മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്, അഡ്ജോയിൻറ്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. പിന്നുള്ളത് എന്താ? ആപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മാട്രിസസ്. ഇത്രയുമാണ് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ ഡിറ്റർമിനൻസിനകത്ത് ഡിറ്റർമിനൻറ്റ് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഡിറ്റർമിനൻറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്, മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്, അഡ്ജോയിൻറ്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസ്. ഇത്രയുമാണ് ഫോക്കസ് ഏരിയയിലുള്ളത്. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആണെങ്കിൽ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് ഡിറ്റർമിനൻ്റ്. 3x3 ഓർഡറിലുള്ള ഡിറ്റർമിനൻസും ചെയ്ത് പഠിക്കുക. പിന്നുള്ളത് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അഡ്ജോയിൻ്റ് ആണ്. അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുന്നത് കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസാണ്. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ദെൻ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. അവിടെ 2x2 അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ മെയിൻ ഡയഗണൽ എലമെൻസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക, ഓഫ് ഡയഗണൽ എലമെൻസിൻ്റെ സൈൻ മാത്രം മാറ്റിക്കൊടുത്താൽ അഡ്ജോയിൻ്റ് കിട്ടും 2x2. 3x3 ആണെങ്കിൽ കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മാത്രമേ അഡ്ജോയിൻ്റ് ലഭിക്കുകയുള്ളൂ. അവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസ്. മെട്രിസസ് ഉപയോഗിച്ച് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചോദിക്കുന്നത്. 3x minus 2y plus 3z is equal to 8, 2x plus y minus z is equal to 1, 4x minus 3y plus 2z is equal to 4. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ AX is equal to B എന്നുള്ള ഫോമിൽ എഴുതാം. എ എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോയിഫിഷ്യൻ്റ് മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ബി എന്ന് പറയുന്നത് 8, 1, 4. അത് കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് കോളം എക്സ് വൈ ഇസഡ്, അവിടുത്തെ അൺനോൺസ് ആണ്. അതിനെ ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം എ ഇൻവേഴ്സ് ആണെങ്കിൽ അഡ്ജ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്നാണ്. അപ്പോൾ
ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കുക, അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കുക. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നത്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണ്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജെ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. അതിനെ ബി എന്നുള്ള മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു കോളൻ മെട്രിക്സ് കിട്ടും. അതാണ് അതിലെ എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ വാല്യൂ. ആ കോളം മെട്രിക്സിൻ്റെ ഓർഡറിൽ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ ഈ ക്വസ്റ്റിനെ സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2, ഇസഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് ലഭിക്കും. അടുത്തത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. അതിൽ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോംസ് ആൻഡ് മീൻ വാല്യൂ തിയറം. കണ്ടിന്യൂറ്റിയിൽ കണ്ടിന്യൂസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഫങ്ഷൻ വാല്യൂ സെയിം ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇവിടെ സാധാരണ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. Find k so that the function fx is equal to kx square if x less than or equal to 3 if x greater than 2 is continuous എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഈ പ്ലേസിലും അറ്റ് എക്സ് ഇസ് ഈക്വൽ 2ലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് ഇവിടെ 2ന് ലെസ് ദാൻ 2 ആകുമ്പോഴുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് കെ എക്സ് സ്ക്വയർ ആണ്. അവിടെ എക്സിന് പകരം 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4k എന്നായിരിക്കും. ദെൻ എഫ് ഓഫ് 2 പ്ലസ് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് 2 മൈനസും എഫ് ഓഫ് 2ഉം ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ എഫ് ഓഫ് 2 മൈനസ് എഫ് ഓഫ് 2 പ്ലസും ഈക്വൽ ആയിരിക്കും. നമുക്ക് കിട്ടിയത് നേരത്തെ കിട്ടിയ വാല്യൂ 4k ആണ്. 4k ഈക്വൽ ടു 3, k ഈസ് ഈക്വൽ ടു 3/4 എന്ന് ലഭിക്കും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നുള്ളത് ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 2x + 3y ഈസ് ഈക്വൽ ടു sin x. ആ ഒരു രീതിയിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ കൊടുക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 2 × 1 + 3 dy/dx is equal to sin xൻ്റെ ഡെറിവേറ്റീവ് cos x. എന്നിട്ട് dy/dx കണ്ടുപിടിക്കുക. അപ്പോൾ 3 dy/dx is equal to sin x - 2. അതിൽ നിന്ന് dy/dx എന്ന് പറയുന്നത് sin x - 2/3. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. x² + xy + y² is equal to 100. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത് XY വരുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, വിൽ ഗെറ്റ് ദ ആൻസർ. പിന്നെയുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 - x² / 1 + x². അത് നിങ്ങൾക്ക് അറിയാം 2 tan ഇൻവേഴ്സ് x ആണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു 2 tan ഇൻവേഴ്സ് x. dy/dx ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/1 + x², 2 × 1/1 + x². അതുപോലത്തെ ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കുക. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കോസ് ഇൻവേഴ്സ് 1 - x² / 1 + x². ഇത് തന്നെ y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 - x² / 1 + x² ചോദിക്കാം. അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് π/2 - 2 tan ഇൻവേഴ്സ് x എന്ന് പറഞ്ഞ് എഴുതാം. അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് dy/dx π/2ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. -2 × tan ഇൻവേഴ്സ് എക്സിൻ്റെത് 1/1 + x². നെക്സ്റ്റ് ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്നുള്ള രീതിയിൽ. അവിടെ പാരാമീറ്റർ എന്ന് പറയുന്നത് ടി ആണ്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ടിയും തീറ്റയും ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാൽ എക്സ് ഇസ് ഈക്വൽ ടു a × θ + sin θ, y ഇസ് ഈക്വൽ ടു a × 1 - cos θ. ഫൈൻ dy/dx. സാധാരണ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ y ഇൻ ടേംസ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, dy/dx എടുക്കും. പക്ഷെ ഇവിടെ എക്സ് ഇൻ ടേംസ് ഓഫ് തീറ്റയും y ഇൻ ടേംസ് ഓഫ് തീറ്റയും. അപ്പോൾ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ.
ഡി എക്സ് ബൈ ഡി തീറ്റയുടെ ആൻസർ എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റയുടെ ആൻസർ എ ഇൻറ്റു സൈൻ തീറ്റ. കോസ് തീറ്റയുടേത് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ എ ഇൻറ്റു സൈൻ തീറ്റ എന്ന് കിട്ടും. ദെൻ ഫോർമുല എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. എന്ന് പറയുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഫോർമുല ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിനകത്ത് എ സൈൻ തീറ്റ ബൈ എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ടാൻ തീറ്റ ബൈ 2. പിന്നുള്ളത് മീൻ വാല്യൂ തിയറമാണ്. മീൻ വാല്യൂ തിയറം എന്ന് പറയുമ്പോൾ അതിനകത്ത് റോൾസ് തിയറം ഉണ്ട്, മീൻ വാല്യൂ തിയറമുണ്ട്. മീൻ വാല്യൂ തിയറവും റോൾസ് തിയറവും കണ്ടീഷൻസ്. റോൾസ് തിയറത്തിനാണെങ്കിൽ 3 കണ്ടീഷനുണ്ട്. ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പ്രൂവ് ചെയ്യുക ആൻഡ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു സി ഉണ്ടാക്കി ദെയർ എക്സിസ്റ്റ് സം സി ഇൻ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത് ആദ്യത്തെ 2 കണ്ടീഷനും സെയിം ആണ്. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ദ ഓപ്പൺ ഇൻ്റർവൽ എ ബി. എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. അങ്ങനെ ഒരു സി കണ്ടുപിടിക്കാൻ പറ്റും. ദെയർ എക്സിസ്റ്റ് സി ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് പ്രൂവ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് മീൻ വാല്യൂ തിയറം വെരിഫൈഡ് എന്ന് പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ റോൾസ് തിയറം. വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻ ദ ഇൻ്റർവൽ -2 2 എന്നാണ്. അപ്പം നമ്മളിത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ. കണ്ടിന്യൂസ് എഴുതുമ്പോൾ കണ്ടിന്യൂസ് ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ എന്ന് എഴുതുക, ഡിഫറൻഷ്യബിൾ ഇൻ ദ ഓപ്പൺ ഇൻ്റർവൽ എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ എൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് -2ഉം +2 ആണ്. എഫ് ഓഫ് -2ൻ്റെയും എഫ് ഓഫ് +2ൻ്റെയും ആൻസർ കണ്ടുപിടിക്കുക. രണ്ടിൻ്റെയും വാല്യൂ 6 എന്ന് ലഭിക്കും. അതുകൊണ്ട് 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. സോ ദെയർ എക്സിസ്റ്റ് എ പോയിന്റ് സി ഇൻ -2 2 സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു 0. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. എഫ് ഡാഷ് സി എന്ന് പറയുന്നത് 2c. അതിൽ നിന്ന് സിയുടെ വാല്യൂ 0 വിച്ച് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ -2 2. സോ റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. ഇതുപോലെ തന്നെ മീൻ വാല്യൂ തിയറവും നമുക്ക് ചെയ്യാൻ പറ്റും. മീൻ വാല്യൂ തിയറത്തിൻ്റെ കണ്ടീഷൻസ് ആദ്യത്തെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻ ദ ഇൻ്റർവൽ 2 4. അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ 2 4 ആണ്. ഡിഫറൻഷ്യബിൾ ഇൻ ദ ഓപ്പൺ ഇൻ്റർവൽ 2 4 ആണ്. പിന്നെ നമുക്കുള്ള ഫോർമുല എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. നമുക്കത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സിയുടെ വാല്യൂ സി ഇസ് ഈക്വൽ ടു 3 എന്ന് ലഭിക്കും. 3 is an element of 2 4. So mean value theorem is verified. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ ഫോക്കസ് ഏരിയയിൽ ഉള്ളത്. പിന്നെ നോൺ ഫോക്കസ് ഏരിയയിലുള്ളത് ലോഗരിതമിക് ഡിഫറൻസിയേഷനുണ്ട്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, വീണ്ടും ഒരു ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ y is equal to x square plus 3x. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dy by dx is equal to 2x plus 3. Then second derivative once again differentiating 2 into 1. 3 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. സോ ദ ആൻസർ ഈസ് 2. അങ്ങനെ സെക്കൻഡ് ഓർഡർ ഏത് ഫംഗ്ഷൻ കിട്ടിയാലും നമുക്കിപ്പോൾ ഫസ്റ്റ് ഓർഡർ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയാം, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ലോഗരിതമിക് ഡിഫറൻസിയേഷനാണ്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ എന്നൊക്കെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് അല്ലെങ്കിൽ എക്സ് റേസ് ടു സൈൻ എക്സ് എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കുമ്പോൾ നാം ഉപയോഗിക്കുന്നതാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ആണെങ്കിൽ n log x. ആ ലോഗരിതമിക് റൂൾ ഉപയോഗിച്ചിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ് എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ് ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ലോഗരിതം എഴുതുക. log y is equal to sin x log x. Then applying product rule, we will get the derivative.
കിട്ടുന്നത് ഇങ്ങനെയാണ്. 1/y dy/dx is equal to sin x into 1/x plus log x cos x. സോ dy/dx എന്ന് പറയുന്നത് y ക്രോസ് ചെയ്യുക, വൈയുടെ വാല്യൂ കിട്ടിയ ഡിഫറൻസിയേഷൻ x റൈസ് ടു sin x ഇൻറ്റു sin x/x പ്ലസ് cos x log x എന്ന് ലഭിക്കും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. അവിടുത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്, ടാൻജൻസ് ആൻഡ് നോർമൽസ്, മാക്സിമ ആൻഡ് മിനിമ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു എക്സാം ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് r is equal to 5 cm. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ നമുക്കിവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇക്വേഷൻ വേണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ്. അപ്പം നമുക്ക് ഏരിയയുടെ ഫോമിൽ അറിയാം. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് a is equal to pi r². വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആകുമ്പോൾ dA/dr. a is equal to pi r², pi into 2pi dA/dr, pi into 2r. ആറിൻ്റെ വാല്യൂ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് കിട്ടുന്നത് 10 pi ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയർ, ആറിൻ്റെത് സെൻറ്റിമീറ്റർ ആണ്. dA/dr is equal to 10 pi സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെൻറ്റിമീറ്റർ. ഇനിയും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ് ആണ്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഇൻ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി if f'(x) greater than 0 for each x element of AB. f is decreasing in AB ആണെങ്കിൽ f'(x) less than 0 for each x element of AB. f is constant function in closed interval AB if f'(x) is equal to 0 for each x element of AB. അതായത് f'(x) greater than 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും, f'(x) ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഡിക്രീസിങ്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാകും, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അതിന് f'(x) is equal to 0 ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് f'(x) ഏത് ഇൻ്റർവെല്ലാണ് ലെസ് ദാൻ 0 എന്ന് നോക്കുക. ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിങ് ആണെന്നും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിങ്ങും ആയിരിക്കും. സപ്പോസ് ഒരു ക്വസ്റ്റിന് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ f(x) is equal to x² - 4x + 6 ഈസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് f'(x) 2x - 4 ആയിരിക്കും. f'(x) 0 ആകുന്ന ഒരു പോയിന്റ് ഉണ്ടാകും. f'(x) is equal to 0, 2x is equal to 4 എന്ന് കിട്ടും, x is equal to 2. അങ്ങനെയാണെങ്കിൽ നമ്മളെ റിയൽ നമ്പർ -∞ to ∞യെ 2 ഡിസ്ജോയിൻറ്റ് ഇൻ്റർവെൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. x is equal to 2 എന്നുള്ള പോയിന്റ് ഡിവൈഡ്സ് ദ റിയൽ ലൈൻ ഇൻറ്റു 2 ഡിസ്ജോയിൻറ്റ് ഇൻ്റർവെൽസ് ആസ് -∞ to and 2∞. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് -∞ to എന്നുള്ള ഇൻ്റർവെൽ f'(x) greater than 0 ആണോ ലെസ് ദാൻ 0 ആണോ നോക്കുക. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2∞ f'(x) greater than 0, ഓപ്പൺ ഇൻ്റർവെൽ 2∞ ഫംഗ്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നും -∞ 2 f'(x) ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ -∞ 2 ഡിക്രീസിങ് ആണെന്നും 2∞ ഇൻക്രീസിങ് ആണെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അടുത്തതായിട്ട് ടാൻജൻസ് ആൻഡ് നോർമൽസ്. ടാൻജൻസ്, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിക്കുക, നോർമൽ കണ്ടുപിടിക്കുക, അതുപോലെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഇൻഡിക്കേറ്റഡ് പോയിൻറ്റ്സിൽ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ് y is equal to x² at x is equal to 2 എന്നുള്ളതാണ്. y is equal to x² ആകുമ്പോൾ dy/dx എന്ന് പറയുന്നത് 2x. x is equal to 2 2 into 2 4. So the slope of the tangent to the curve y is equal to x² at x is equal to 2 എന്ന് പറയുന്നത് 4 ആയിരിക്കും.
പിന്നുള്ളത് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആണെങ്കിൽ ഫോമുല ഇതാണ്: y മൈനസ് y1 ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അറ്റ് ദ പോയിന്റ് x0 y0 എന്ന് പറയുന്നത് y മൈനസ് y0 ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് x0 ഇൻറ്റു എക്സ് മൈനസ് x0. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് x0 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ആ ഇൻഡിക്കേറ്റഡ് പോയിന്റിൽ എഫ് ഡാഷ് x0 കണ്ടുപിടിക്കുക, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോർമൽ എന്ന് പറയുന്നത് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ്. അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ -1/f'(x0). ഇക്വേഷൻ ഓഫ് എ ലൈനിൻ്റെ ഫോമുല തന്നെയാണ് y മൈനസ് y0 ഇസ് ഈക്വൽ ടു f'(x0) ഇൻറ്റു എക്സ് മൈനസ് x0. അത് ഇക്വേഷൻ ഓഫ് ടാൻജന്റും y മൈനസ് y0 ഇസ് ഈക്വൽ ടു -1/f'(x0) ഇൻറ്റു എക്സ് മൈനസ് x0 എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് നോർമലുമാണ്. നെക്സ്റ്റ് മാക്സിമ ആൻഡ് മിനിമ. അപ്പോൾ അവിടെയും നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവൽ ഐ ആൻഡ് സി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഐ. ലെറ്റ് എഫ് ബി ടോയ്സ് ഡിഫറൻഷ്യബിൾ അറ്റ് സി. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു സി ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ if f dash c is equal to 0 and second derivative is less than 0. The value f of c is local maximum value of f. x is equal to c local minimum ആണെങ്കിൽ അവിടെയും f dash c is equal to 0 എന്ന് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ c is a point of local maxima and f of c is the local minimum value ആയിരിക്കും. നമുക്കതിനകത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് എഴുതുക. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ എന്താ കിട്ടുക? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 0. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആകുന്നത് എക്സ് ഇസ് ഈക്വൽ ടു π/4. ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് നേരത്തെ കിട്ടി, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. രണ്ടും മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് എക്സിന് π/4 സബ്സ്റ്റിറ്റ്യൂട്ട് വിച്ച് ഈസ് ലെസ് ദാൻ 0. സോ ദർ എക്സ് ഇസ് എ മാക്സിമ ആൻഡ് ദ മാക്സിമം വാല്യൂ ഇസ് അറ്റൈൻഡ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു π/4. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷനിൽ എക്സിന് π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എക്സിന് π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/√2 പ്ലസ് 1/√2 2/√2 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് √2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. എൻ്റെ പേര് ഷൈജു എ. ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കന്യാകുളങ്ങരയിലെ മാത്തമാറ്റിക്സ് അധ്യാപകനാണ്. ഇതുവരെ നിങ്ങൾ 6 ചാപ്റ്റേഴ്സ് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ചാപ്റ്റർ 7 ഇൻ്റഗ്രൽസ്. ഈ ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻ്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ്, ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ്, integration by parts, evaluation of definite integral by substitution, some properties of definite integral. ഈ ഫോക്കസ് ഏരിയ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നേരിട്ട് ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലത്തിൽ നമുക്കവിടെ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ ഡെറിവേറ്റീവ് ആ പ്രോബ്ലത്തിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ആ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി എന്ന രൂപത്തിലാവുകയും നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ടും നിങ്ങളുടെ ചോദ്യപേപ്പറിലുണ്ടാകും. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഇൻ്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ് ആണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്കറിയാം 6 പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ട്.
ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്, ഇന്റഗ്രൽ 1 ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്, ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ്, ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്, ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ്, ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഈ ഇന്റഗ്രൽസിന്റെ എല്ലാം ആൻസർ പഠിച്ചു വയ്ക്കുക. ഇതെല്ലാം സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്. അപ്പോൾ ഈ റിസൾട്ടുകൾ വെച്ചുള്ള പ്രോബ്ലംസും ചോദ്യപേപ്പറിൽ ഉണ്ടാകും. ഈ ഇന്റഗ്രൽസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് പിന്നീട് അങ്ങോട്ട് വരുന്ന ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇന്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫംഗ്ഷൻസിനെ തുടർന്ന് ഇന്റഗ്രൽസ് ഓഫ് ദി ഫോം ഇന്റഗ്രൽ 1 ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്, അതുപോലെ ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ് എന്നീ രൂപത്തിലുള്ള ഇന്റഗ്രൽസും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അവിടെയും നമ്മൾ ഈ ഇന്റഗ്രലിനെ ഇപ്പോൾ 1 ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിലും ആദ്യം എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് പുറത്തെടുക്കുന്നു. അതിനുശേഷം എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി കണ്ടുപിടിച്ച് അതിന്റെ സ്ക്വയർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ആ ഇന്റഗ്രലിനെ നമ്മൾ നേരത്തെ പറഞ്ഞ 6 ഇന്റഗ്രൽസ് ആ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ 1 ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയും 1 ബൈ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു വരുന്ന സെക്ഷൻ ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷനിൽ ഒരു റാഷണൽ ഫംഗ്ഷൻ, അതിന്റെ ഡിനോമിനേറ്ററിൽ ലീനിയർ ഫാക്ടേഴ്സ് ഉണ്ടാവാം, റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ് ഉണ്ടാകാം, ഇറഡ്യൂസിബിൾ ക്വാഡ്രാറ്റിക് ലീനിയർ ഫാക്ടേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വരുന്ന റാഷണൽ ഫംഗ്ഷൻസിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തി ഇന്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി എന്ന് ഇക്വേറ്റ് ചെയ്തായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ എ ലോഗ് മോഡ് എക്സ് മൈനസ് എ പ്ലസ് ബി ലോഗ് മോഡ് എക്സ് മൈനസ് ബി എന്ന് എഴുതാൻ കഴിയും. അടുത്ത് വരുന്ന സെക്ഷൻ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കുന്നത് ഇന്റഗ്രൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുന്നതിനാണ്. ഇന്റഗ്രൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഈ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ് ഇവാലുവേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും കോസ് എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുക്കുന്നു. കാര്യം അവിടെ കോസ് എക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം, അതുപോലെ തന്നെ എക്സിന്റെ ഡെറിവേറ്റീവ് പവർ കുറഞ്ഞ് 1 എന്ന് മാറുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കോസ് എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനാക്കി എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ലോഗ് എക്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ലോഗ് എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനാക്കി എടുത്താൽ ലോഗ് എക്സിന്റെ ഇന്റഗ്രൽ നമുക്ക് അൺനോൺ ആണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനാക്കി എടുക്കുന്നു. അതിനുശേഷം ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഫോർമുല അപ്ലൈ ചെയ്ത് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻസ് എടുക്കുന്നതിന് ഒരു ക്രമമുണ്ട്. അപ്പോൾ ആ ക്രമത്തിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസും ലോഗരിതമിക് ഫംഗ്ഷൻസും ഒക്കെ ആദ്യ ഫംഗ്ഷനായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അത് കഴിഞ്ഞ് ഓൾജിബ്രൈക് ഫംഗ്ഷൻസ്, പിന്നെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസും. ട്രിഗണോമെട്രി ഫംഗ്ഷൻസും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസും ഫസ്റ്റും സെക്കൻഡും എങ്ങനെ എടുത്താലും നിങ്ങൾക്കത് സോൾവ് ചെയ്യാനായിട്ട് കഴിയും. അടുത്ത് വരുന്ന സെക്ഷൻ ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ കുറച്ചു മുമ്പ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. അതുപോലെ തന്നെയാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷനും. അവിടെയും നമുക്കൊരു ഫംഗ്ഷനെയും ഡെറിവേറ്റീവിനെയും ചോദ്യത്തിൽ അല്ലെങ്കിൽ ഇന്റഗ്രലിൽ കണ്ടെത്താനായിട്ട് കഴിയും. എന്നിട്ട് ആ ഫംഗ്ഷനെ നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ ഡെറിവേറ്റീവ് ഡി ടി ആയി മാറുന്നു. ഇന്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി രൂപത്തിലാകുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വേരിയബിൾ ഇപ്പോൾ എക്സിനെയാണ് നമ്മൾ ടി ആക്കി മാറ്റിയത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എക്സിന്റെ ലിമിറ്റ് ആയിരിക്കും തന്നിരിക്കുക. നമ്മളതിനെ ടിയുടെ ലിമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് വരുന്ന സെക്ഷൻ സം പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആണ്. അവിടെ ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ കുറേ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്.
അതിൽ മെയിനായിട്ടും എക്സാമിനൊക്കെ കൂടുതൽ ചോദിക്കാറുള്ളത് ഇൻ്റഗ്രൽ 0 to a f of x dx ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a f of a മൈനസ് എക്സ് ഡി എക്സ് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ -a to a f of x dxനെ 2 into ഇൻ്റഗ്രൽ 0 to a f of x dx എന്നും, അതുപോലെ ഇൻ്റഗ്രൽ -a to a f of x dx 2 into 0 to a f of x dx എന്ന് f of x ഈവൻ ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ f of x ഓഡ് ആണെങ്കിൽ ആ ഇൻ്റഗ്രലിനെ നമുക്ക് 0 എന്നും എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇൻ്റഗ്രൽ -π/2 to π/2 sin raised to 7x dx നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ sin raised to 7x എന്ന് പറയുന്ന ഒരു ഓഡ് ഫംഗ്ഷനാണ്. അതുപോലെ ഇൻ്റഗ്രൽസിൻ്റെ ലിമിറ്റ് -π/2 മുതൽ π/2 വരെയാണ്. അപ്പോൾ അതൊരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ പ്രോപ്പർട്ടി വെച്ച് ആ ഇൻ്റഗ്രൽ 0 ആണെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് കഴിയും. അതുപോലെ ഇൻ്റഗ്രൽ 0 to a f of x dx ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a f of a മൈനസ് എക്സ് ഡി എക്സ് ഈ രൂപത്തിൽ വരുന്ന പ്രോബ്ലംസും ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. അടുത്ത ചാപ്റ്റർ 8 ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ്. അപ്പോൾ ഇവിടെ ഫോക്കസ് ഏരിയയിൽ ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സും നോൺ ഫോക്കസ് ഏരിയയിൽ ഏരിയ ബിറ്റ്വീൻ 2 കർവ്സുമാണ് ഉള്ളത്. ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സിൽ നമ്മൾ ഒരു കർവ്, ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സിൽ ഒരു കർവ് എക്സ് ആക്സിസ്, അതുപോലെ ഓർഡിനേറ്റ്സ് x ഈസ് ഈക്വൽ ടു a ആൻഡ് x ഈസ് ഈക്വൽ ടു b. അപ്പോൾ ഇതിന് ഇടയിലുള്ള ഏരിയയെ നമ്മൾ ഇൻ്റഗ്രൽ a to b f of x dx എന്നും അല്ലെങ്കിൽ ഇൻ്റഗ്രൽ a to b y dx എന്നെടുത്താണ് ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ y ആക്സിസിലുള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ c to d f of y dy അല്ലെങ്കിൽ ഇൻ്റഗ്രൽ c to d x dy എന്നെഴുതി കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ കർവ്സുമായി ബന്ധപ്പെട്ട ഏരിയ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ് വരുമ്പോൾ നമ്മൾ ആ കർവുകൾ എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിച്ച ശേഷം ഇൻ്റഗ്രൽ a to b f of x മൈനസ് g of x dx എന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അത്തരത്തിലൊരു പ്രോബ്ലം പറയുകയാണെങ്കിൽ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി പരാബോളാസ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പരാബോളാസ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറും y സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സുമാണ്. അപ്പോൾ അവയെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 0 മുതൽ 1 വരെ എന്ന് നമുക്ക് ലിമിറ്റ് കിട്ടുന്നു. അതിനുശേഷം 2 ഇക്വേഷനിൽ നിന്നും y കണ്ടുപിടിച്ച് ഇൻ്റഗ്രൽ 0 to 1 y1 മൈനസ് y2, അതായത് ആ 2 ഇക്വേഷൻസിലെയും വൈകളെ മൈനസ് ചെയ്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് ആ ഏരിയ കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത ചാപ്റ്റർ 9 ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഫോക്കസ് ഏരിയയിൽ സം ബേസിക് കോൺസെപ്റ്റ്സ്, ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹൂസ് ജനറൽ സൊല്യൂഷൻ ഈസ് ഗിവൺ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് വേരിയബിൾ സെപ്പറബിൾസ് ആൻഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇത്രയും ഭാഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബേസിക് കോൺസെപ്റ്റ്സിൽ ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതുപോലെ ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് രണ്ടും പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആ ഇക്വേഷനിൽ ഉള്ള ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിരിക്കും. ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവറാണ് നമ്മൾ ഡിഗ്രി ആയിട്ട് എഴുതുക. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ അടുത്തതായി വരുന്നത് ഫോർമേഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹൂസ് ജനറൽ സൊല്യൂഷൻ ഈസ് ഗിവൺ. അപ്പോൾ ഒരു ജനറൽ സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ആ ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എഴുതണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ആ ഇക്വേഷനിൽ എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട് എന്ന് നോക്കും. ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ളെങ്കിൽ നമ്മൾ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആ ആർബിട്രറി കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലഭിക്കും. അടുത്തതായി വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് വേരിയബിൾ സെപ്പറബിൾ. എ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫോം f of y dy is equal to g of x dx
ഈ രൂപത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്നത്. അതായത് ഡി എക്സിന്റെ കൂടെ എക്സിലുള്ള ഫംഗ്ഷൻസ് മാത്രവും ഡി വൈയുടെ കൂടെ വൈയിലുള്ള ഫംഗ്ഷൻസ് മാത്രവും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് കഴിയും. അടുത്ത ഫോക്കസ് ഏരിയയിൽ വരുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈസ് ഈക്വൽ ടു ക്യൂ എന്ന രൂപത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അവിടെ പി ആൻഡ് ക്യൂ ആർ കോൺസ്റ്റൻസ് ഓർ ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ആദ്യം ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമായ dy ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈസ് ഈക്വൽ ടു ക്യൂ എന്ന രൂപത്തിൽ എഴുതുക. അതിനുശേഷം അവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ്. അതിനുശേഷം ഇതിൻ്റെ സൊല്യൂഷന് ഒരു ജനറൽ ഫോം ഉണ്ട്. അതായത് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. അടുത്തത് ചാപ്റ്റർ 10 വെക്റ്റർ ആൾജിബ്ര. വെക്റ്റർ ആൾജിബ്രയിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്റ്റർ ബൈ എ സ്കെയിലാർ, പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് എന്നീ ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്റ്റർ ബൈ എ സ്കെയിലാർ എന്നീ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് എന്ന ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് ആർ ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്നൊരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. അതുപോലെ ആർ ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്ന വെക്റ്ററിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എക്സ് വൈ ഇസഡ് ആണ്. അതുപോലെ ഡയറക്ഷൻ റേഷ്യോസ് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാം. എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, y by root of x square plus y square plus z square, z by root of x square plus y square plus z square. അല്ലെങ്കിൽ x by magnitude of that vector, y by magnitude of that vector, z by magnitude of that vector. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ. യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ കണ്ടുപിടിക്കുന്നത് വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ എന്ന റിസൾട്ട് ഉപയോഗിച്ചാണ്. അടുത്ത ഫോക്കസ് ഏരിയയിൽ വരുന്ന സെക്ഷൻ പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് ആണ്. ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് സ്കെയിലാർ പ്രോഡക്റ്റ്, ഒന്ന് വെക്റ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും. നമുക്കറിയാം എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. അവിടെ തീറ്റ എന്നത് എക്കും ബിക്കും ഇടയിലുള്ള ആംഗിളാണ്. കോസ് തീറ്റ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദി വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം വരുമ്പോൾ നമ്മൾ കോസ് തീറ്റ കണ്ടുപിടിച്ച ശേഷം അവിടെ നിന്നും തീറ്റ കണ്ടുപിടിക്കുകയാണ് പതിവ്. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാം. അതിൽ നിന്നും ആംഗിൾ ബിറ്റ്വീൻ ദി വെക്റ്റേഴ്സ് തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി, അത് കണ്ടുപിടിക്കാനായി എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന റിസൾട്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ട് വെക്റ്റേഴ്സ് കമ്പണന്റ് ഫോമിൽ തന്നിരിക്കുകയാണെങ്കിൽ എ ഡോട്ട് ബി കണ്ടുപിടിക്കാനായിട്ടുള്ള റിസൾട്ടാണ് ഇനി ഞാൻ പറയുന്നത്. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ, അതുപോലെ വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു ബി വൺ ഐ പ്ലസ് ബി ടു ജെ പ്ലസ് ബി ത്രീ കെ ആണെങ്കിൽ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ വൺ ബി വൺ പ്ലസ് എ ടു ബി ടു പ്ലസ് എ ത്രീ ബി ത്രീ ആയിരിക്കും. അതുപോലെ തന്നെ ഇഫ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ആർ പെർപെൻഡിക്കുലർ ദെൻ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് എക്സാമിന് പ്രതീക്ഷിക്കും. അടുത്തായി വരുന്നത് വെക്റ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ്. വെക്റ്റർ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റ എൻ ക്യാപ്, വെയർ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. എൻ ക്യാപ് ഈസ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. ഈ ഭാഗത്ത് നിന്നും സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് ഏരിയ ഓഫ് എ പാരലോഗ്രാം. അഡ്ജസന്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം തരുന്നു, എന്നിട്ട് ഏരിയ ഓഫ് പാരലോഗ്രാം കണ്ടുപിടിക്കുക. ഇപ്പോൾ അഡ്ജസന്റ് സൈഡ്സ് വെക്റ്റർ എ വെക്റ്റർ ബി എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ്
എ ക്രോസ് ബി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് പാരലോഗ്രാം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ചോദിക്കാം. അവിടെ നമ്മൾ എ ബി ക്രോസ് ബി സി കണ്ടുപിടിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ലഭിക്കും. ഇനി 2 വെക്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റിൽ നിന്നും ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ക്രോസ് പ്രോഡക്റ്റിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. ഈ എ ക്രോസ് ബി എന്ന് പറയുന്നത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്ററാണ്. അപ്പോൾ അതിനെ ഒരു യൂണിറ്റ് വെക്റ്റർ ആക്കണമെങ്കിൽ നമ്മൾ എ ക്രോസ് ബിയെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ മതി എന്ന് നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്റ്റർ ആൻഡ് വെക്റ്റർ ബിയെ നമുക്ക് എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന റിസൾട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതുപോലെ നമുക്കറിയാം 2 വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ ഡിറ്റർമിനന്റ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ 2 വെക്റ്റേഴ്സ് കമ്പണൻസ് ഫോമിൽ a1i പ്ലസ് a2j പ്ലസ് a3k b1i പ്ലസ് b2j പ്ലസ് b3k എന്ന് തന്നിരുന്നാൽ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ijk a1 a2 a3 b1 b2 b3 എന്ന റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. വെക്റ്റർ ആൾജിബ്രയിൽ നിന്നും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും വരുന്ന ഭാഗമാണ് സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബോക്സ് പ്രോഡക്റ്റ് എ ഡോട്ട് ബി ക്രോസ് സി. എ ഡോട്ട് ബി ക്രോസ് സി കമ്പണൻസ് ഫോമിൽ തന്നിരുന്നാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബോക്സ് എ ബി സി ഈസ് ഈക്വൽ ടു 3 വെക്റ്റേഴ്സ്, അതായത് a1i പ്ലസ് a2j പ്ലസ് a3k b1i പ്ലസ് b2j പ്ലസ് b3k c1i പ്ലസ് c2j പ്ലസ് c3k എന്നീ 3 വെക്റ്റേഴ്സ് തന്നിരുന്നാൽ ബോക്സ് എ ബി സി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് a1 a2 a3 b1 b2 b3 c1 c2 c3 എന്ന റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബോക്സിനകത്ത് 2 വെക്റ്റേഴ്സ് സെയിം ആയിട്ട് വരികയാണെങ്കിൽ ആ ബോക്സ് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അതുപോലെ ബോക്സ് എ ബി സി റെപ്രസെന്റ് ചെയ്യുന്നത് വോളിയം ഓഫ് ദി പാരലോപിപ്പഡ് വിത്ത് കോ ടെർമിനസ് എഡ്ജസ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി ആണ്. അതുപോലെ ഇഫ് 3 വെക്റ്റേഴ്സ് ആർ കോപ്ലാനാർ ദെൻ their ബോക്സ് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 0. ഇത്രയും കാര്യങ്ങൾ സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിൽ നിന്നും പഠിച്ചു വെക്കുക. സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? വോളിയം ഓഫ് ദി പാരലോപിപ്പഡ് എന്ന് പറയുന്നതാണ് ബോക്സ് എ ബി സി. കോപ്ലാനാർ ആണെങ്കിൽ ബോക്സ് എ ബി സി 0. അടുത്തത് ചാപ്റ്റർ 11 3 ഡയമെൻഷണൽ ജോമെട്രി. ഇവിടെ ഫോക്കസ് ഏരിയയിൽ നിന്നും ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ്, ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്റ്റർ ആൻഡ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്, അതുപോലെ 3 പോയിന്റ് ഫോം, ഇത്രയും ഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസിൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ എ ഗിവൺ പോയിന്റ് ആൻഡ് പാരലൽ ടു എ ഗിവൺ വെക്റ്റർ, ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതും ഒരു വെക്റ്ററിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുക. അപ്പോൾ അതിൻ്റെ വെക്റ്റർ ഫോം r ഈസ് ഈക്വൽ ടു a പ്ലസ് ലാംഡ ബി എന്നാണ്. അവിടെ a എന്ന് പറയുന്നത് പൊസിഷൻ വെക്റ്റർ ഓഫ് ദി ഗിവൺ പോയിന്റും b എന്ന് പറയുന്നത് പാരലൽ വെക്റ്ററുമാണ്. ഈ ഇക്വേഷന്റെ കാർട്ടീഷ്യൻ ഫോം x മൈനസ് x1 ബൈ a ഈസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ b ഈസ് ഈക്വൽ ടു z മൈനസ് z1 ബൈ c എന്നാണ്. അവിടെ x1 y1 z1 ഗിവൺ പോയിന്റും എ ബി സി ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈനുമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്നും കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ട് അതിനെ വെക്റ്റർ ഫോമിൽ എഴുതാനോ അല്ലെങ്കിൽ വെക്റ്റർ ഇക്വേഷനെ കാർട്ടീഷ്യൻ ഫോമിൽ എഴുതാനൊക്കെ ചോദിക്കാം. അതുപോലെ ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ വെച്ച് ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതും ഒരു വെക്റ്ററിന് പാരലലുമായിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട്. ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. ഇവിടെ 2 ലൈൻസ് വെക്റ്റർ ഫോമിൽ തന്നിരുന്നാൽ, അതായത് r ഈസ് ഈക്വൽ ടു a1 പ്ലസ് ലാംഡ b1 ആൻഡ് r ഈസ് ഈക്വൽ ടു a2 പ്ലസ് മ്യൂ b2, ഇങ്ങനെയുള്ള 2 ലൈൻസ് തന്നിരുന്നാൽ അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇങ്ങനെയുള്ള 2 ലൈൻസ് തന്നിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ആദ്യം ആ ഇക്വേഷൻസിൽ നിന്നും a1 വെക്റ്റർ a1
വെക്റ്റർ B1, വെക്റ്റർ A2, വെക്റ്റർ B2 എന്നിവ കണ്ടുപിടിക്കുക. അതിനുശേഷം A2 മൈനസ് A1ഉം B1 ക്രോസ് B2ഉം കണ്ടുപിടിക്കുക. എന്നിട്ട് അവയുടെ ഡോട്ട്, അതായത് A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 കണ്ടുപിടിക്കുക. അതിനുശേഷം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത സെക്ഷൻ, ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്റ്റർ ആൻഡ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്. ഇവിടെയും വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ പ്ലെയിനിന്റെ വെക്റ്റർ ഇക്വേഷൻ r-a ഡോട്ട് n ഈസ് ഈക്വൽ ടു 0. അവിടെ a എന്ന് പറയുന്നത് പോയിന്റും n എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ വെക്റ്ററുമാണ്. ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ a ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് b ഇൻറ്റു y മൈനസ് y1 പ്ലസ് c ഇൻറ്റു z മൈനസ് z1 ഈസ് ഈക്വൽ ടു 0 ആണ്. അവിടെ x1, y1, z1 എന്ന് പറയുന്നത് പോയിന്റും ABC ആർ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് പെർപെൻഡിക്കുലർ വെക്റ്ററും ആണ്. ഇത് വെച്ചുള്ള പ്രോബ്ലംസും എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ ഒരു പ്ലെയിനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിരുന്നാൽ അതിനെ വെക്റ്റർ ഇക്വേഷനിലേക്ക് മാറ്റുക, അതുപോലെ വെക്റ്റർ ഇക്വേഷൻ തന്നാൽ കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്ക് മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് നോക്കി വയ്ക്കുക. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നിന്നും നോൺ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒരു ഭാഗമാണ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ പ്ലെയിൻ. The distance from a point x1, y1, z1 to the plane ax plus by plus cz plus d is equal to 0 is given by modulus of ax1 plus by1 plus cz1 plus d divided by root of a square plus b square plus c square. ഈ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം പ്ലെയിൻ കണ്ടുപിടിക്കാം. അടുത്ത വരുന്ന ചാപ്റ്റർ 12 ലീനിയർ പ്രോഗ്രാമിംഗ്. ഇവിടെ നിന്നും ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ LPP ആൻഡ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷനാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കൊരു LPP സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. LPP ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യാൻ പറയുമ്പോൾ ഒന്നുകിൽ അതിനെ മാക്സിമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനോ ആയിരിക്കും പ്രോബ്ലം. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ കൺസ്ട്രെയിൻസിന്റെ ഗ്രാഫ് ആദ്യം വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ എപ്പോഴും നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എപ്പോഴും ഉണ്ടാവും. അതായത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും നിങ്ങളുടെ ഫീസിബിൾ റീജിയൻ എല്ലായ്പ്പോഴും വരിക. ഇപ്പോൾ നമുക്ക് അല്ലാതെ 2 കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അത് രണ്ടിൻ്റെയും ലൈന് ആദ്യം വരയ്ക്കാൻ ശ്രമിക്കുക. ആ ലൈന് രണ്ടും വരച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കോമൺ പോർഷൻ രണ്ടും കോമൺ ആയിട്ട് ആ 2 ഇൻഇക്വാളിറ്റിയിലും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഒന്ന് ഷെയ്ഡ് ചെയ്ത് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് മാക്സിമം ആയാലും മിനിമം ആയാലും കോർണർ പോയിന്റ്സിലായിരിക്കും വരിക എന്നറിയാം. അതിനുവേണ്ടി നമ്മൾ കോർണർ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം ഈ കോർണർ പോയിന്റ്സ് നമ്മുടെ മാക്സിമൈസ് ചെയ്യാനുള്ള ആ ഫംഗ്ഷൻ ഇസഡ് എന്നായിരിക്കും തന്നിരിക്കുക. ആ ഇസഡിലേക്ക് ഈ കോർണർ പോയിന്റ്സിലെ എക്സും വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്ന ഇസഡിൻ്റെ വാല്യൂ, അതിലെ ഇസഡിൻ്റെ ഏറ്റവും വലിയ വിലയായിരിക്കും ആ മാക്സിമം വാല്യൂ. ഇനി അതിനെ മിനിമൈസ് ചെയ്യാനാണെങ്കിൽ ആ ഇസഡിൻ്റെ ഏറ്റവും ചെറിയ വിലയായിരിക്കും ആ മിനിമം വാല്യൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് എപ്പോഴും എല്ലാ ചോദ്യപേപ്പറിലും വരുന്നതാണ്. തീർച്ചയായും LPPയിലെ പ്രോബ്ലം, ഗ്രാഫിക്കലി സോൾവ് ചെയ്യുന്ന പ്രോബ്ലം തീർച്ചയായും പഠിച്ചു വയ്ക്കുക. അടുത്ത ചാപ്റ്റർ 13 പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിൽ നിന്നും കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡന്റ് ഈവൻസ്, ബേയേഴ്സ് തിയറം എന്നീ ഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ അവിടെ വരുന്ന റിസൾട്ടാണ് പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ P ഓഫ് B. ഇതുപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്. അവിടെ അഡീഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി ഫസ്റ്റ് ഇയർ പഠിച്ച കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ഈസ് ഈക്വൽ ടു P ഓഫ് A പ്ലസ് P ഓഫ് B മൈനസ് P ഓഫ് A ഇന്റർസെക്ഷൻ B. അങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം P ഓഫ് A ഗിവൺ B എന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ച കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ റിസൾട്ടും പഠിച്ചു വയ്ക്കുക. അതുപയോഗിച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് കഴിയും. പ്രോബബിലിറ്റിയിൽ അടുത്ത വരുന്ന സെക്ഷനാണ് ഇൻഡിപെൻഡന്റ് ഇവൻസ്. നമുക്കറിയാം 2 ഇവൻസ് A ആൻഡ് B ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു P ഓഫ് A ഇൻറ്റു P ഓഫ് B ആയിരിക്കും.
അതുപോലെ തന്നെ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ആൻഡ് ബി കോംപ്ലിമെൻ്റ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, എ കോംപ്ലിമെൻറ്റും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇത് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസും സാധാരണയായി എക്സാമിന് ചോദിക്കാറുണ്ട്. അതും ടെക്സ്റ്റിൽ നിന്നൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത പ്രോബബിലിറ്റി വരുന്ന ഭാഗം ബെയേഴ്സ് തിയറമാണ്. ബെയേഴ്സ് തിയറം പറയുന്നത് if E1, E2, E3, etc. En are n non-empty events which constitute a partition of sample spaces and A is any events of non-zero probability, then probability of EI given A is equal to probability of EI into probability of A given EI divided by sigma P of EJ into P of A given EJ for any I is equal to 1, 2, 3, etc. n. ബേസ് തിയറം ചെയ്യുമ്പോൾ ഇനി പറയുന്ന പോലുള്ള പ്രോബ്ലംസ് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് 2 ബാഗുണ്ട്, 2 ബാഗിൽ നിന്നും ഒരു ബാഗ് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ആ ബാഗിൽ നിന്നും ഒരു ബോൾ എടുക്കുന്നു. ബേസ് തിയറമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം പറയാം. 2 ബാഗുണ്ട്, ആ ബാഗിൽ റെഡ്, ബ്ലാക്ക് കളർ ബോളുകളാണുള്ളത്. ആദ്യം ഒരു ബാഗ് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം അതിൽ നിന്നും ഒരു ബോൾ എടുക്കുന്നു. അത് റെഡ് ആണെങ്കിൽ അത് രണ്ടാമത്തെ ബാഗിൽ നിന്നും വരാനുള്ള സാധ്യത എന്ത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ബാഗിൽ നിന്നും വരുവാനുള്ള സാധ്യത എന്ത്? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ബേസ് തിയറത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ 2 ബാഗിൽ നിന്നും ഒരു ബാഗാണ് ആദ്യം സെലക്ട് ചെയ്തത്. അപ്പോൾ ആ ഇവൻറ്റുകളെ നമ്മൾ ബാഗ് സെലക്ട് ചെയ്യുന്ന ഇവൻറ്റുകളെ E1, E2 എന്ന് നമ്മൾ ആദ്യം എടുക്കുന്നു. അതായത് ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യുന്നതിനെ E1 എന്നും സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യുന്നതിനെ E2 എന്നും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇവൻറ്റ് നമ്മൾ പറഞ്ഞു. അതായത് ഈ ബാഗിൽ നിന്നും ഒരു ബോൾ എടുത്തു, അത് റെഡായിരുന്നു. ആ ഇവൻറ്റിനെ നമ്മൾ എ എന്ന് എടുക്കുന്നു. അതെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1ഉം പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2ഉം ഈസി ആയിട്ട് എഴുതാൻ കഴിയും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബേസ് തിയറത്തിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് റെഡ് ബോൾ കിട്ടിയെങ്കിൽ അത് രണ്ടാമത്തെ ബാഗിൽ നിന്നും വരാനുള്ള സാധ്യത എന്ത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ എ കണ്ടുപിടിക്കണം. അതല്ല ഒന്നാമത്തെ ബാഗിൽ നിന്നാണ് വരുവാനുള്ള സാധ്യതയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് E1 ഗിവൺ എ കണ്ടുപിടിക്കണം. അപ്പോൾ ബേസ് തിയറവും കൂട്ടുകാരൊന്ന് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പ്രോബബിലിറ്റിയിൽ നോൺ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒരു ഭാഗമാണ് റാൻഡം വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അതായത് സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ അതുപയോഗിച്ച് കെയുടെ വില കണ്ടുപിടിക്കുന്ന പോലുള്ള പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോബബിലിറ്റിയിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത്. 13 +2 മാത്തമാറ്റിക്സിലെ 13 ചാപ്റ്റേഴ്സിനെ കുറിച്ചും നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞു. ഈ ഓരോ ചാപ്റ്ററിലും ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ, ഈ ഭാഗങ്ങൾ നിങ്ങൾ തരംതിരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഫോക്കസ് ഏരിയയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുക. അതോടൊപ്പം നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങൾ, ഇവിടെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധയോടെ നോൺ ഫോക്കസ് ഏരിയയും പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം 42 മാർക്കിന് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ നിന്നും 18 മാർക്കിന് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും ആൻസർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നോൺ ഫോക്കസ് ഏരിയയും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ. ഇപ്പോൾ നിങ്ങൾ കേട്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.